നമ്മൾ നാട്ടിലെ അങ്ങാടിയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിക്കനും മീനൊക്കെ സുലഭമായിട്ട് കിട്ടും. അങ്ങനത്തെ ഷോപ്പുകളും കടകളൊക്കെ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പനീർ എന്ന് പറഞ്ഞ സംഭവത്തിന് നമ്മുടെ വീടുകളിലൊന്നും വലിയ സ്ഥാനമില്ല. നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ഒരു 1/2 കിലോ മീൻ അല്ലെങ്കിൽ 1 കിലോ മീൻ, ഒരു 1/2 കിലോ ചിക്കൻ അങ്ങനെയൊക്കെ വാങ്ങിക്കാം. പക്ഷേ നോർത്തിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനോ അല്ലെങ്കിൽ അവരുടെ ഇവൻറ്റ്സ് അല്ലെങ്കിൽ അവരുടെ ഫെസ്റ്റിവൽ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവർ ഏറ്റവും കൂടുതൽ നമ്മൾ ചിക്കനും മീനും പോലെ തന്നെ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് ഈ പനീർ വെച്ചിട്ടുണ്ടെങ്കിൽ സബ്ജിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മട്ടർ വെച്ചിട്ട് ഈ പനീർ മട്ടർ വെച്ചിട്ടുള്ള സബ്ജി, ഷാഹി പനീർ, അതുപോലെ പനീർ വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. അപ്പം നോർത്തുകാർക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ പനീർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാനിത് സത്യം പറഞ്ഞാൽ ഇതുവരെ ഞാനിങ്ങനെ ഒരു റൈസ് ഉണ്ടാക്കിയിട്ടില്ല. ഫസ്റ്റ് എക്സ്പെരിമെൻ്റാന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ഫ്രൈ ചെയ്തു, പനീർ ഫ്രൈ ചെയ്തു. എന്നിട്ട് കുറച്ച് കാഷ്യൂ നട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തു. അതിലേക്ക് ഞാൻ ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കണേ. വളരെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ഒരു സവാള അരിഞ്ഞതും, 2 പച്ചമുളകും ഉപ്പും ഇട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് മുളക് പൊടി, വളരെ കുറച്ച് മുളക് പൊടിയും ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഞാൻ കുറച്ച് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കണേ. അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും അതുപോലെ പനീറും കൂടെ ഇട്ടിട്ട്, എന്നിട്ട് വേവിച്ച് വെച്ച ചോറുണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പ്ലേറ്റ് എടുക്കുക, അതിലോട്ട് ഈ റൈസ് ഇടുക, എന്നിട്ട് വാരി വാരി കഴിക്കുക. അത്ര തന്നെ.